അസ്സലാമു അലൈക്കും. JCWC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കൊല്ലങ്ങൾ അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള എൻ്റെ സഹോദരങ്ങൾ, സിസ്റ്റേഴ്സാണ് ഈ കാണുന്നതെല്ലാം. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ വിട്ടു പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു ഇത്. ഭയങ്കര സന്തോഷവും ഇമോഷണലും ഒക്കെ ആയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇത് അവരെനിക്ക് ഭയങ്കര സർപ്രൈസായിട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റൊക്കെ തന്നു. അൽഹംദുലില്ലാഹ് ഇങ്ങനെ കുറേ സിസ്റ്റേഴ്സിനെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതും സോഷ്യൽ സർവീസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ളതാണ്. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് വലുതോ ചെറുതോ എന്നുള്ളതല്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഈ ഒരു സംഘടനയുടെ ഭാഗമായി അതിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, അത് പല രീതിയിലാവാമല്ലേ. ഒന്നല്ല എഴുത്തിലൂടെ ആവാം, നമ്മളുടെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാവാം. സമൂഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്കതിനെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മളുടെ ചിന്തകളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ എഫേർട്ടും നമ്മളുടെ പണവും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കും, എന്താണ് സോഷ്യൽ സർവീസ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടന തന്നെയാണത്. അതായത് ജിദ്ദ സിജി വിമൻ കളക്റ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും, നല്ല പൈസയൊക്കെ ഉള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ നല്ല ജോലിയുള്ള ഒരു സ്ത്രീ, കുടുംബമൊക്കെ ആയിട്ട് വിദേശത്ത് ജീവിക്കുന്ന ഒരാൾ ഭയങ്കര സന്തോഷമായിട്ട് അവർ ലക്കിയാണ്, അല്ലെങ്കിൽ അവർ സക്സസ്ഫുള്ളാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ആ സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ. അല്ലെങ്കിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ ആ സാച്ചുറേറ്റഡ് ലിമിറ്റിൽ നമ്മളെത്തി എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സന്തോഷത്തിനും അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് നേടേണ്ട ഒരുപാട് നേട്ടങ്ങളും കൈവരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അത് ഒരു സ്ത്രീ എത്രത്തോളം അവർ മനസ്സിലാക്കുന്നു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക്, ഇപ്പോൾ നമ്മൾ സൊസൈറ്റി നമ്മളെ കണ്ടീഷൻ ചെയ്ത് പല ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ എതിർക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുമ്പോഴോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സ്ത്രീകളുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ അതാദ്യം നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം, അല്ലേ. ആ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് സ്ത്രീകളുടെ മനസ്സിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ സോഷ്യൽ ഫ്രീഡം, നമുക്ക് ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവണം, അല്ലേ. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവണം. പക്ഷേ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് സന്തോഷം തരുന്നതും കൂടിയായിരിക്കണം. അല്ലാതെ ഒരു കുറേ ലിമിറ്റ്സുകളും അല്ലെങ്കിൽ കുറേ അടയാളങ്ങളും ഇട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്വാസം മുട്ടുന്ന രീതിയിൽ കൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടും ഫെമിനിസം എന്ന് പറഞ്ഞിട്ടും ഒക്കെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ. അപ്പോൾ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി അതിന് കൂടുതൽ ഫ്യൂവൽ ചെയ്തിട്ട് ഫയർ കൂട്ടിക്കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നല്ല രീതിയിൽ അത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ജെനുവിൻ റീസൺ ഉണ്ടായിരിക്കണം. അതേപോലെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സൊസൈറ്റിയിലും ഉണ്ടാക്കണം. ഓരോ മനുഷ്യനും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലേ. അത് നമുക്ക് പല ലേബലും നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. ആ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഉറപ്പിച്ച് നമ്മളെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലൂടെ നമ്മൾ പോയോണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളെ സമൂഹം, നമ്മുടെ ചിന്തകൾ പോലെ തന്നെയാണ് നമ്മളെ സമൂഹം. ഓരോ മനുഷ്യരും മാറുന്നതിനനുസരിച്ച് സമൂഹം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ
നമ്മളിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ അവരെയും കൂടി നമ്മളുടെ ലൈഫിൽ ഉൾപ്പെടുത്തി സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഫിറ്റാവാതെ എങ്ങനെയെങ്കിലും അവിടെ ജീവിക്കാതെ നമ്മളവിടെ നമ്മളായി തന്നെ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സന്തോഷവും സമാധാനം ഒക്കെ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാനും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.